ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് ഗ്രഹാംലാൻഡിൽ, അന്റാർട്ടിക്കയിലെ. സോ നമ്മളെ വെതർ കണ്ടിട്ട് നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, കാറ്റുണ്ട്, നല്ല തണുപ്പായി. ഇവിടെ -5 പക്ഷെ കാറ്റും മഴ വരുമ്പോൾ അതിൽ കൂടുതൽ 10-ന് താഴെ. സോ ഇതാണ് നമ്മളെ സുഡിയാക് ബോട്ട്. സോ ഇതാണ് നമ്മുടെ എക്സ്പെഡിഷൻ ലീഡർ ലേഡിയ. സോ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ബോട്ടിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണം. സോ ഇത് ഹെമഗേര എഞ്ചിനാണ്. ആക്ച്വലി നമ്മൾ ബോട്ടിലിരിക്കുമ്പോൾ 2 സൈഡിൽ അവിടെ സ്റ്റാർട്ടായി നല്ല സ്പീഡിൽ പോവുക. അപ്പോൾ നമ്മൾ 2 സൈഡ് ഹോൾഡ് ചെയ്യണം. 2 റോപ്പുള്ള അടുത്ത് ആ കാണുന്ന റോപ്പിൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിരിക്കും. ജമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. കാറ്റും മഴയും ചിലപ്പം തിരമാല വരെയാണ്. തിരമാല ഇല്ല, ഇൻ കേസ് വരുമ്പോൾ ജമ്പ് ചെയ്യണം. ഇതാണ് ഇന്ന് പോകുന്ന ഇവിടെയാണ് ഗ്രഹാംലാൻഡ്. ഇപ്പം നമ്മൾ വിചാരിക്കലൊക്കെ തണുപ്പ് കൂടി വരിക. എൻ്റെ കണ്ണ് മാത്രമേ പുറത്തിട്ടുള്ളൂ. അവർ പറയുന്നത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കും. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച് ഗ്ലാസ് വേണമെന്ന് മൊത്തം വയ്ക്കും, തണുപ്പടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, നമ്മൾ നല്ല കൈ കൊണ്ട് കണ്ട ഷൂ ഉണ്ടോ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷൂ. അപ്പം നമ്മൾ നല്ല സ്പീഡിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ഫുള്ളും ഐസിൻ്റെ ഫ്രണ്ടിലാണ്, ക്രഷ്ഡ് ഐസിൻ്റെ നടുക്കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. സോ നമ്മളെ എക്സ്പെഡിഷൻ ലീഡർ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. സോ സ്പീഡ് കൂട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തണുപ്പ് മുഖത്തടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. നല്ല തണുപ്പാണ്, കണ്ണൊക്കെ ഫ്രീസ് ആവുന്നുണ്ട്, ടെമ്പറേച്ചർ ഡൗൺ ആവുന്നുണ്ട്. സ്നോ ഫോൾസ് കൂടി വരിക. നമ്മൾ സ്പീഡ് കൂടുന്നതനുസരിച്ച് കാറ്റടിക്കും. നല്ല കാറ്റടിക്കുമ്പോൾ മുഖത്തൊക്കെ നമ്മുടെ തുണിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ സൂചി കുത്തു കയറുന്ന പോലെ ഫീലാവും. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ടിക് ടിക് എന്ന സൗണ്ട് കേൾക്കുന്നത് കടൽ വെള്ളത്തിൽ? ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് അറിയുമോ? അത് ഈ നമ്മൾ മലയുടെ മുകളിൽ മഞ്ഞ് വീഴുമ്പോഴേ, ഇത് ചെറുതായിട്ടല്ലേ വീഴുന്നത്. ഇത് വീഴുന്തോറും അതിൻ്റെ ഉള്ളിൽ എയർ സ്റ്റക്കാവും. എയർ സ്റ്റക്ക് ചെയ്ത് മഞ്ഞ് വീഴുന്ന എത്രയോ വർഷങ്ങൾക്ക് ഈ ഐസ് വീഴുന്ന ഐസാവും, ഫ്രീസാവും. അതൊരു പാറ പോലെ ആവും. പക്ഷേ ഇത് വീഴുന്നതനുസരിച്ച് അതിന് വെയിറ്റ് കൂടി ഇത് പൊളിഞ്ഞ് താഴെ കടലിൽ വീഴുന്ന മെൽറ്റാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊളിഞ്ഞ് ഇതുപോലെ ചിപ്സ് പോലെ ആവും. ഇത് കണ്ടോ, ഇതുപോലെ ക്രഷായി കിടക്കും. ഈ സാധനം മെൽറ്റാവും തോറും ഇതിനുള്ളിൽ എയർ കാണും. ആ സ്റ്റക്കാകുന്ന എയർ ഈ സാധനം പൊട്ടും. അതാണ് ടിക് ടിക് സൗണ്ട്. പക്ഷെ ഒടുക്കത്തെ തണുപ്പാ, നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണ് മാത്രമേ പുറത്ത് വരുള്ളൂ. ഓരോന്നും ആഗ്രഹമുണ്ട് നടക്കും അങ്ങോട്ടേക്ക്. ഇതാണ് വീട്ടിൽ. ഞാൻ എൻ്റെ ദൈവമേ, കണ്ണിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഭംഗി.
were at sea away from islands. I was on a big German research vessel, and it has a big fishing ramp. And the penguins would always be trying to hop on the ship, and the crew would be trying to hose them off to stop them. But one got past and came all the way up this very, very long deck, had lots of equipment, and found the heat lamp right next to the door where we would go in and out. And he sat there for almost 2 weeks. Just sitting under the heat lamp. He didn't care that he walked straight by. Yeah. പുള്ളിക്കാരി വരുന്നത് ഇത് ഓർഗാന പൊട്ടി ഉണ്ടായ ഐലൻഡ്. സോ ഇതിൻ്റെ മുകളിൽ പെങ്കിനൊക്കെ താമസിക്കുന്നു. കാരണം താഴെ കടൽ ഇത് തിരയടിക്കില്ലേ, പെങ്കിൻ ഇവിടെ താമസിക്കത്തില്ല. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് സീൽസും തിമിങ്കിലൊക്കെ ഒന്ന് പിടിക്കും. അതുകൊണ്ട് ഇത് താമസിക്കുന്നത് ഈ മലയുടെ മുകളിലാണ്. സോ ഇതിന് ഒരു വഴിയുണ്ട്. അതിൽ ഇവരെല്ലാവരും കൂട്ടമായിട്ട് നടന്ന് മുകളിൽ ഫേസ് ചെയ്യും. സോ ഇപ്പം എന്താ മഞ്ഞ് കൂടി അതുകൊണ്ട് മലയുടെ മുകളിലൊക്കെ മഞ്ഞ് വീഴുന്നുകൊണ്ടിരിക്കുക. ഇതാണ് സമ്മറിലെ സിറ്റുവേഷൻ. ഏതാണ് സെയിം. ഞാൻ പറഞ്ഞില്ല പെങ്കിൻ്റെ ഉള്ളത്. ഇപ്പം അങ്ങോട്ടേക്ക് ഇവിടെ ഓ മൈ ഗോഡ്, നോക്കി മൈ ഗോഡ് ഐസ്ബർഗ്. എൻ്റെ ദൈവം ഇത് എവിടെ നിന്ന് ഒഴിക്കുമെന്ന് കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റക്കായത് എൻ്റെ ഡിസൈൻ നോക്കി. Enemy? എക്സ്പെഡിഷൻ ലീഡറാണ്. അതിൻ്റെ മുട്ടയൊക്കെ പോകുന്ന പക്ഷിയാണ് ഇതിൻ്റെ മുട്ടയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് പോകുന്നത്. സോ അതൊരു ഹണ്ടിങ് ബേഡ്സ് എന്നാണ് പറയുന്നത്. ഇത് മുട്ടയിട്ട് വെച്ചിരിക്കുമ്പോൾ അതൊന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോകും. ഇത് നോക്കി മഞ്ഞിൽ കൂടെ നടക്കുക. കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. വെള്ളം കറുപ്പോട്ട് ഫുള്ളി കറങ്ങുമ്പോൾ ഇത് ഫുള്ളും കോളനിയായിട്ട് താമസിക്കുന്നു. ഇത് ജെൻഡു പെങ്കിന്നാണ് പറയുന്നത്. അത് എത്ര ചെറുത്. ജെൻഡു ഉണ്ട്, അല്ലിയുണ്ട്, മിക്സ് ചെയ്തുകൊണ്ട്. നല്ല രസമുണ്ട് കാണാൻ. മഞ്ഞ് വീഴ്ച കുറച്ച് കൂടിക്കൂടി വരികയാണ്. ഇതൊക്കെ കാണുന്നതുകൊണ്ടാണ് തോന്നുന്നത് തണുപ്പടിക്കുന്നില്ല.
വേനൽ കൈവിട്ട് പോയിരിക്കുകയാണ്. ഇവിടെ ശക്തമായ മഞ്ഞ് വീഴ്ച തുടങ്ങി. അതുകൊണ്ട് വലിയ മഞ്ഞുമല ഇതിവിടെ ഗ്ലേഷ്യർ പൊട്ടി വന്നതല്ലോ, ഒഴുകി ഇവിടെ നിന്ന് സ്റ്റക്കായത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന വെച്ചാൽ ചില്ലിയൻ റിസർച്ചിങ് സെന്റർ കാണാൻ. ഇത് ലെഫ്റ്റ് സൈഡിൽ എവിടെയുണ്ട്. ശക്തമായ മഞ്ഞായിരുന്നു. നമുക്ക് വിഷ്വൽസ് ഒന്നും കാണാം, വിഷ്വലൊന്നും ക്ലിയറായിട്ട് കിട്ടുന്നില്ല, നമുക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. മൊബൈലിൽ കാണാൻ പറ്റും, പക്ഷെ നമുക്ക് നേരിട്ട് നമ്മൾ സ്വന്തം കണ്ണാൽ കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞ് വീഴുന്നിട്ട് കണ്ണൊക്കെ ബ്ലോക്ക് ആവും. നല്ല സ്നോഫാൾസ് ഉണ്ട്. തിരമാലയൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ടോ, ഐസ്ബർഗ് ഒഴുകി പോകുന്നുണ്ടോ, ശക്തമായ മഴയും മഞ്ഞും. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ചില്ലിയൻ റിസർച്ച് സെന്റർ. ഇവരിവിടെ റിസർച്ച് ചെയ്യുന്ന പെങ്കിനെ കുറിച്ചാണ് ബേസിക്കലി. ആൻഡ് ഇതിൻ്റെ കൗണ്ടൊക്കെ എടുക്കും, എത്ര നമ്പർ പെങ്കിൻസ് ഇവിടെ ഉണ്ടെന്ന്. പിന്നെ മഞ്ഞും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും പിന്നെ വെയിൽസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇവർ ഇവിടെ ഒരു കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നതല്ല. വിൻ്ററിൽ കുറച്ച് പേരെ കാണുള്ളൂ, സമ്മറിൽ ആ ഒരു ഡ്യൂട്ടിക്ക് ആവശ്യമുള്ള ആളുകളല്ല അവിടെ ഡ്യൂട്ടിക്കാണ്. വിൻ്ററിൽ കുറച്ച് ടഫാണ്, ഇതുപോലെ ക്ലൈമറ്റ്. അപ്പം പുറത്തൊന്നും പോകാൻ പറ്റില്ല. സോ അങ്ങനെ അവർ സ്റ്റേ ചെയ്തില്ല. ഇപ്പം കുറച്ച് മഞ്ഞ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഐസ്ബർഗ് കാണാൻ പോയി. സോ അതിൻ്റെ തൊട്ടടുത്തൂടെ പോകുന്നു. ഈ കാണുന്ന ഡബിൾ ഇരട്ടി മഞ്ഞിൻ്റെ അടി കാണുന്ന പറയുന്നത്. ഈ സൈഡിൽ നല്ല മഞ്ഞിലോട്ട് പോകും. അങ്ങോട്ടൊക്കെ മഞ്ഞില്ലാത്തോണ്ട് So you see this one looks like a marshmallow, kind of. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഫുൾ മഞ്ഞായി. ക്ലൈമറ്റ് ഫുള്ള് ഔട്ട് ഓഫ് കൺട്രോളായി. ഞാൻ കവറെല്ലാം മുഖമൊക്കെ മൂടി കവർ ചെയ്ത് വെച്ചിരിക്കുക, എന്നാലും ഫുൾ സിറ്റുവേഷൻ. ഇതാണ് എൻ്റെ അവസ്ഥ, ഫുൾ മഞ്ഞായിട്ടേ. നല്ല തണുപ്പ്, കണ്ണൊക്കെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ക്യാപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെ ജാക്കറ്റിലൊക്കെ മഴ, അത് വാട്ടർ പ്രൂഫ് അല്ല, ഇത് കവർ ചെയ്ത വാട്ടർ പ്രൂഫാണ്. Yeah, of course. Sometimes. We can take it if you want. Please. I can take and go. Yeah. How close are you allowed to get to each iceberg? You have to stay a distance. കാണുന്ന ഐസ്ബർഗ് കണ്ടോ, അത് മലയിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നതാണ്. പിന്നെ ഇവിടെ വാട്ടർ ഫ്ലോട്ടിങ് ഇല്ലാത്തതുകൊണ്ട് ആ സൈഡിൽ ജസ്റ്റ് സെറ്റായിരിക്കും. നമ്മൾ തിരിച്ചു പോകേണ്ട പ്ലാൻ.
ഇതുപോലെയാണ് നമ്മളിരിക്കുന്നത് ആ ചെറിയ ബോട്ടിൽ. ഇത്രയും വലിയ മഞ്ഞിൻ്റെ ഉള്ളിൽ എൻ്റെ കൈ നോക്കി, കൈയെല്ലാം മുറിച്ച് ഫ്രീസ് ചെയ്തിട്ടിട്ടു ഈ ജോയിൻ്റ് ആണ്. ഇത് നോക്കി, ഈ ഐസ് പെക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് പൊക്കം നോക്കി ഇത് ചരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മരിച്ച് ആ ഒരു സിറ്റുവേഷനിലേക്ക് തൊടാൻ പറ്റത്തില്ല. അതിൻ്റെ അടുത്തൂടെ പോകും. സോ ആ ലെയറിൽ നമുക്ക് താഴെ കൂടെ കാണാൻ പറ്റും അടിയിൽ എത്ര ഉണ്ടെന്ന്. ഇത് ആ താഴത്തെ വെള്ളത്തിൽ തട്ടിയിരിക്കുകയാണ്. സോ അതാണ് ഇതിൽ മൂവ്മെൻ്റ് ഇല്ലാത്തത്. മൊബൈലിൽ കൂടെ കാണാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് വെള്ളം നല്ല ക്ലിയർ വാട്ടർ. ഞാനിപ്പോൾ ദൈവമേ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കാണാൻ പറ്റുമോ? ഒരിടത്ത് വരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഭംഗി എത്രയാണ്. നമ്മൾ കാണുന്ന ലോകമല്ല, നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന ലോകമല്ല പുറത്തുള്ളത്, അതിലും വലുതാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ കാണണം, അനുഭവിക്കണം, നമ്മൾ ഫീലാണ് എന്താണ് ഈ ലോകമെന്ന്. ഇത് നോക്കി നമ്മളെ ബോട്ടിനെക്കാട്ടും 10-20 അടി മുകളിൽ ഒക്കെ ഉണ്ട്. ബ്ലൂ കളർ ഫുൾ കാർവിങ്. കാണാം എന്നാ ഭംഗി.
the layer. Oh, you look at that.